എല്ലാ കൂട്ടുകാർക്കും ബിന്ദു സ്റ്റേഴ്സ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നത്. കാരണം ടെറസിൻ്റെ മുകളിൽ പച്ചക്കറികളൊന്നും തന്നെ ഉണ്ടായില്ല. കുറച്ച് എന്താ പറയണ ഇതില്ലേ നമ്മുടെ മുരിങ്ങക്ക മാത്രമേ ഉള്ളായിരുന്നു. കാരണം നമ്മൾ ഈ പ്രാവശ്യം അമ്മ മരിച്ചിട്ട് നാട്ടിലൊക്കെ പോയ കാരണം തണുപ്പിൻ്റെ ഒന്നും നമുക്ക് നടാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വിത്തൊക്കെ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതെല്ലാം നട്ട് വരണം. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ചീര ഇത് കണ്ടോ, ഇത് ഞാൻ കടയിൽ നിന്ന് ചെറിയ കുഞ്ഞു തൈകൾ കണ്ടപ്പോഴേ വിൽക്കാൻ വെച്ചിരുന്ന പച്ചക്കറിക്കാർ ചെറിയ തൈകൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പക്കമ്പാണ്. ഈ കപ്പയുടെ പേരാണ് കാന്താരിപ്പടപ്പൻ. ഇതിൻ്റെ പേര് അവർ പറഞ്ഞു തന്നിങ്ങനെയാണ്, കാന്താരിപ്പടപ്പൻ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞു തന്നത്. നമ്മുടെ ഒരു ചേട്ടനുണ്ട്, എൻ്റെ ഒരു പേരമ്മയുടെ മോളുണ്ട്, ബിന്ദു ചേച്ചിയുടെ ചേട്ടൻ കൃഷിയോടൊക്കെ ഭയങ്കര ഇതുള്ള ആളാണ്. അപ്പം പുള്ളി എക്സൈസിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. ഇപ്പോൾ കൃഷിയോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പുള്ളിക്കാരൻ നട്ട ഒരു കപ്പ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് കപ്പയൊക്കെ പറിച്ച് ഒരുപാട് നല്ല നീളത്തിൽ കപ്പ ഉണ്ടാവും, ഇതിൽ നിറച്ചുണ്ടാവും. അതിനെ കാന്താരിപ്പടപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കപ്പക്കമ്പാണിത്. പിന്നെ ഇത് നമുക്ക് കുറച്ച് മുളകിൻ്റെ അരിയൊക്കെ പകുതി അതെല്ലാം കിളുത്ത് വരുന്നു. ഇത് പിന്നെ നമ്മുടെ കരിവേപ്പുകൾ നമ്മുടെ കരിവേപ്പിലുണ്ടായ കായയുടെ എല്ലാം പഴുത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം തൈകൾ പറിച്ച് നട്ടതാണ് ഇതൊക്കെ കേട്ടോ. എല്ലാം നമ്മൾ പറിച്ച് മാറ്റി നട്ടതാണ്. അപ്പോൾ കുറേ പിന്നെ കരിവേപ്പിൻ തൈകളുണ്ട് കണ്ടോ. ഇത് പിന്നെ കാന്താരിയാണ്. കാന്താരി പാകിയിട്ട് 2 കാന്താരി തൈകൾ തന്നെ ഇതുവരെ ഒന്നും ഉണ്ടായില്ല അതിൽ. ഇത് പച്ചമുളകിൻ്റെ തൈയാണ്. ഇതൊക്കെ നമ്മുടെ കപ്പ, ഇത് ചീര. പിന്നെ ഇത് ഇവിടെ ഒരു അനാറിൻ്റെ തൈ തന്നെ നമുക്ക് ആ ഗ്രോ ബാഗിൽ കിളുത്ത് വന്നായിരുന്നു. ഞാനപ്പോൾ ഡ്രമ്മിലേക്ക് അത് പറിച്ച് മാറ്റി വെച്ചു. അപ്പോൾ വാടി നിൽക്കുന്നുണ്ട്. കിളുത്ത് വരുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ വേരിളകാതെ പറിച്ച് ഡ്രമ്മിലേക്ക് വെച്ചു. അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ച് വലുതായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ പുതിയൊരു മുന്തിരി തൈയാണ് ഈ കിളുത്ത് കയറുന്നത്. പഴയതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. ഇനി ഈ പ്രാവശ്യം ഉണ്ടാവുമെന്നറിയില്ല. 1-2 വർഷങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതും നമുക്കറിയില്ല. ഈ പ്രാവശ്യം കൂടെ നോക്കിയില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയുമെന്ന് വിചാരിച്ചിരിക്കുക. ഇതെല്ലാം അവിടുന്ന് കൊണ്ടുവന്ന കപ്പയാണ്. ഇത് നമ്മുടെ ചിക്കു ഈ പ്രാവശ്യം പൂത്തിട്ടുമില്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കുഞ്ഞിലേ കായ്ക്കുന്ന എന്താ പറയണ ചുമന്ന പേരയ്ക്ക. എൻ്റെ നാത്തു വന്നപ്പോൾ അവൾ കൊണ്ടുവന്നതാണിത് കേട്ടത്. ഇതാണ് അതിൻ്റെ പേര്, റെഡ് ഡയമണ്ട് കണ്ടോ. നമ്മുടെ ആലപ്പുഴയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. ഭാവന നഴ്സറി, ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഭാവന നഴ്സറിയുടെ ഇത് ചെയ്തിരുന്നു, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ചീരത്തൈകൾ നട്ടതാണ് കണ്ടോ. കുഞ്ഞു തൈകളായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനകത്ത് നട്ടപ്പോൾ അവരെല്ലാവരും വലുതായി വന്നു. പക്ഷേ ഇത് നമ്മുടെ മാവ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ച് ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൂവോട് കൂടി നിൽക്കുന്നു. പക്ഷേ ആ പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ട് എപ്പോഴും അത് നിൽക്കുന്നുണ്ട്, പക്ഷേ പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കപ്പ, ഇതെല്ലാം നമ്മുടെ ചീര. പിന്നെ ഇതിനകത്ത് തക്കാളി തൈകളൊക്കെ ഇപ്പം ഇങ്ങനെ കിളുത്ത് വരാൻ തുടങ്ങി കണ്ടോ. തന്നെ ഇത് ഞാൻ ഇട്ടതല്ല, തന്നെ കിളുത്ത് വരും. അതെ കണ്ടോ, തക്കാളി തൈകൾ. ഇതൊക്കെ നമ്മുടെ ചീരത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചീരയ്ക്ക്. ഒരു ബംഗാളിയുടെ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അവർ പറയുന്നത് പിന്നെ ബംഗാളിലെ ചീരയാണ്, നല്ല നാടൻ ചീരയാണ് അത്ര വല്ല. പക്ഷെ നല്ല ടേസ്റ്റ്. ഞാനൊരു പ്രാവശ്യം കിള്ളി തോരൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാടൻ പേര ഇത് കണ്ടോ, വളർന്നു പോകുന്നു. നടുക്കുന്ന് വെട്ടി വിട്ടിട്ട് പിന്നെ വന്ന ചകരങ്ങളാണ് ഇതെല്ലാം. പിന്നെ പറയാനാണെങ്കിൽ ഇതേ നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചു. ഈ കിടക്കുന്ന കസ്തൂരി മഞ്ഞളാണ്. പിന്നെ നമുക്കിത് ഒരു മൊസമ്പി ഉണ്ട്. ഈ മൊസമ്പിയുടെ കൂട്ടത്തിലായിരുന്നു നമ്മുടെ പിന്നെ അനാറ് നിന്ന്. അപ്പോൾ രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ച് ഞാൻ മൊസമ്പിയെ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അനാറിനെ പറിച്ച് മാറ്റിയതാണ്. ഈ കപ്പ ചാക്കിൽ വെച്ചേക്കും ഉണ്ടോ, 2 ചാക്കിൽ. പിന്നെ ഇത് കയറി വരുന്നത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇതിൻ്റെ ചുവട് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇതിങ്ങനെ പടന്ന് പോകുന്നുണ്ട്. എൻ്റെ ചുവട് എവിടെയാണെന്ന് എനിക്കറിയില്ല, തപ്പിയെടുക്കണം. ഇനി അതിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളതും അറിയില്ല. തന്നെ കിളുത്തതാണ്. കാരണം ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടിടുമല്ലോ. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തുമ്പും പാലും കണ്ടിച്ച് കളയുമ്പം അതിനകത്തൊന്ന് കിടന്ന് കിളുത്തതായി. ഇത് നമ്മുടെ മഞ്ഞൾ പറിക്കാറാവുന്നു. പഴുത്ത് വീണ് കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. സാധാ മഞ്ഞൾ, പച്ചമഞ്ഞൾ. പിന്നെ ഒരു സന്തോഷ വാർത്തയാണ് ഇത് കണ്ടോ. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജമന്തി തൈകളുണ്ടായിരുന്നു. എല്ലാം നമ്മൾ അപ്പുറത്തെ 40 തന്ന തൈയായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഒടിച്ചൊടിച്ച് ഇപ്പോഴത്തെ ഗ്രോ ബാഗിലേക്കെല്ലാം കുത്തിയതാണ്. അപ്പോൾ അതിപ്പോൾ കണ്ടോ നിറച്ച് അത് ഇങ്ങനെ പൂ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ കളർ ഇതാണ്, നല്ല ഓറഞ്ച് കളറാണ്. നമ്മുടെ താഴെ നമുക്ക് ബ്രൗൺ ഉണ്ട്, ക്രീമുണ്ട്, മഞ്ഞയുണ്ട്. ഇത് നല്ല ഓറഞ്ച് കളറാണ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഓറഞ്ചാണ് വരുന്നത്.
കണ്ടോ, നിറച്ച് മുട്ടാണ്, നിറച്ച് മുട്ട. ഞാൻ അതിൽ നിന്നെല്ലാം ഒടിച്ചൊടിച്ച് ഈ ഗ്രോ ബാഗിലോട്ടൊക്കെ ആക്കി വെച്ചത് ഈ ചട്ടിയിലായിരുന്നു അവരെനിക്ക് തന്നത്. കണ്ടോ, അപ്പോൾ അതിൽ നിന്ന് ഒടിച്ചൊടിച്ച് ഞാൻ വെച്ചിട്ട് അപ്പുറത്തോട്ടൊക്കെ ആയതാണ്. കണ്ടോ, നിറച്ച് മുട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ പാരിജാതം ഒരുപാട് പൂത്തായിരുന്നു ഇപ്രാവശ്യം. ഒരുപാട് പൂത്തിട്ട് അത് താഴെ കൊഴിഞ്ഞ് വീഴും. നേരം വെളുത്ത് വരുമ്പോഴത്തേക്ക് താഴെ കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. എന്നാലും നിറച്ച് പൂവുണ്ടായി. ഇത് നമ്മുടെ നന്ദ്യാർവട്ടം, അടുക്ക് നന്ദ്യാർവട്ടമാണ്. നമ്മുടെ റോസ, അയ്യോ ഇഷ്ടംപോലെ പൂവുണ്ടായി കേട്ടോ ഇപ്രാവശ്യം. ഈ ഇങ്ങേപ്പറ കൊലയിൽ നിറച്ചുണ്ടായി. ഇതിപ്പോൾ ഒന്ന് വിരിഞ്ഞു, ബാക്കി മുട്ടുകളെല്ലാം കണ്ടോ. 3 മുട്ട ഇനിയുണ്ട് അതിൽ കണ്ടോ. അത് ഇങ്ങനെ തുടരാതെ നമുക്ക് പൂക്കൾ വരുന്നുണ്ട്. വെള്ള റോസയുടെ ഇപ്പോൾ പൊട്ടിക്കെളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ അരളി നമ്മൾ ഒരെണ്ണം അങ്ങ് വെട്ടിവിട്ടു. ഇനി അത് പൊട്ടിക്കെളുത്ത് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ തുളസി, ഇനിയിപ്പോൾ തുളസിക്കല്ല ഞാനൊരു ഇത് ബെഡ്ഷീറ്റ് വല്ലതും എടുത്തുകൊണ്ട് കെട്ടി കൊടുക്കണം. കാരണം തണുപ്പ് പിടിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ അത് കെട്ടിക്കൊടുക്കുന്നതുകൊണ്ടാണ് അത് പോകാതെ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നു. ഇനിയിപ്പം അത് കെട്ടി കൊടുക്കണം അവർ. ഇതിനകത്ത് കൂടെ ഒരു ശംഖുപുഷ്പം കൂടെ കിളുത്ത് വന്നതേ, തുളസിയുടെ ചട്ടി തന്നെ കിളുത്തതാണ്. പിന്നെ നമ്മുടെ മുന്തിരി തെന്നിക്കുന്ന നോക്കിക്ക് കണ്ടോ, പൊട്ടിക്കിളുത്തൊക്കെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. കണ്ടോ മത്തൻ. പിന്നെ നമ്മുടെ വാഴ കൂമ്പെടുത്ത് വരുന്നുണ്ട്. വാഴയുടെ കൊലയ്ക്കാറായെന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, വിത്ത് ഉണ്ടാകാൻ തുടങ്ങി. കണ്ടോ, വിത്തുകൾ പൊട്ടാൻ തുടങ്ങി ചോട്ടിന്ന്. കണ്ടോ വിത്ത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കൊലയ്ക്കാറായെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഉള്ളി കിടന്ന് കിളുത്തപ്പോൾ നമ്മളെല്ലാം കൊണ്ട് നട്ടതാണ് ഈ ഇരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഇതെല്ലാം ചെറിയ ഉള്ളി. ഇനി കുറച്ചുകൂടെ നടാനും ഇരിപ്പുണ്ട് നമുക്ക് ഉള്ളി. മുരിങ്ങയൊക്കെ കിടക്കുന്നു, കാണോ. മുരിങ്ങയിൽ കായുണ്ട്. അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, മുരിങ്ങക്ക കിടക്കും. മുരിങ്ങക്ക മാത്രമേ ഇപ്പോൾ പറഞ്ഞു വരാൻ ശരിക്കും പറഞ്ഞാലുള്ളൂ. മുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടോ. പറിക്കാറായില്ല. ഇത് ഇത്രയും വലുപ്പം തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നും മൂത്തിട്ടില്ല. വലിപ്പം തോന്നുന്നേ ഉള്ളൂ, ഇത് മൂത്തിട്ടില്ല. പക്ഷേ നിറച്ച് പൂക്കളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്ക് ചീരയെല്ലാം കൂടെ ഒന്ന് കിള്ളി എടുക്കാനും മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞു വരാൻ നമുക്കിത് ഇവിടെ ഒരു മത്തങ്ങ ഇച്ചിരി വലുതായിട്ട് വരുന്നുണ്ട്. കണ്ടോ ഒരു മത്തങ്ങ പിടിച്ച് വരുന്നുണ്ട്. അതേ കുറേ മത്തയുടെ ചുവട് നട്ടിട്ട് എല്ലാം ഉണ്ടല്ലോ, എല്ലാം പോയിട്ട് ഒരൊറ്റ ചുവടേ ഉള്ളൂ. അതിൽ നിന്നാണിപ്പോൾ ഈ ഉണ്ടായി വരുന്നത്. പിടിച്ച് കിട്ടിയാൽ പറയാം എത്ര എണ്ണം ഇങ്ങനെ ഉണ്ടായിട്ട് പഴുത്ത് പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെയൊക്കെ ആയി വരുന്നുണ്ടോ. എത്ര നാളായി നട്ടിട്ട്, ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ഇതുവരെ ഡ്രാഗൺ. പിന്നെ ഇത് നമ്മൾ ആ ഒടിഞ്ഞുപോയ മുരിങ്ങ കമ്പെല്ലാം കൊണ്ട് ഇവിടെ വെച്ചിട്ട് നോക്കി, അത് നിറച്ച് പൂ ഇടാൻ തുടങ്ങി. കണ്ടോ പൂവുണ്ടോ, നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ കമ്പലും നിറച്ച് പൂവാണ്. അവിടുന്ന് കുരങ്ങൊടിച്ചപ്പോഴേ ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയതായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വിയറ്റ്നാം എർലി നമ്മൾ കൊണ്ടുവന്നിട്ട് അത് ഉണങ്ങിപ്പോയായിരുന്നല്ലോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഉണങ്ങിപ്പോയായിരുന്നു. എന്നാലും ഞാൻ നട്ട് വെച്ചിപ്പോൾ അത് മുളയെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന വേറൊരു തരം വാഴയാണ്. ഇതും കുഞ്ഞിലേ കായ്ക്കുന്നതാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നുണ്ട്, ഒന്നും അറിയില്ല. ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് വിയറ്റ്നാം എർലി വെച്ചിട്ട് അത് പോയതാണ്. ചക്ക പിടിച്ചു, 3 ചക്ക പിടിച്ചിട്ട് പോലും അത് പിന്നെ അത് ഉണങ്ങിപ്പോയെന്നുള്ളതാണ്. ഇവിടുത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കുരങ്ങ് വന്നു കഴിഞ്ഞ് അവരെല്ലാം പിടിച്ചിളക്കും. പിന്നെ വേരിളകി കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. അതാണിപ്പോൾ മെയിൻ പ്രശ്നം. അതാണ്, അതുകൊണ്ടാണ് കൂടുതലും നടാനുള്ള ഇൻട്രസ്റ്റ് തോന്നാഞ്ഞത് ഈ പ്രാവശ്യം. ഒന്നും മുരിങ്ങയൊക്കെ പൂത്ത് വയ്ക്കുന്നുണ്ട്. വണ്ടുമൊക്കെ വരുന്നുണ്ട്. കണ്ടോ മുരിങ്ങയിൽ. കണ്ടോ. അപ്പം പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നമ്മുടെ. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.